തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുക. തത്തയെ കെട്ടിയിട്ടിരിക്കുന്ന തത്തയെ അഴിച്ചു വിടുന്നു. നിരത്തി വച്ചിരിക്കുന്ന കുറേ ഫോട്ടോകൾ ഒരെണ്ണം എടുക്കുന്നു. തത്തയുടെ ഈ പറഞ്ഞ പോലെ തത്തയ്ക്ക് ഇതെടുക്കാൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിഷ്ടമുള്ള ഇതെടുക്കും. അത് ഏതെടുത്താലും ഇപ്പോൾ എന്താ വിരോധം? കാരണം ഒന്ന് ശ്രീകൃഷ്ണ പടം, അല്ലെങ്കിൽ ഒന്ന് ഹനുമാൻ്റെ പടം, ഒന്നല്ലെങ്കിൽ ശ്രീരാമൻ്റെ പടം, ഇങ്ങനെ കുറേ ഈശ്വരന്മാരുടെ പടമുണ്ട്. ബാക്കി സ്റ്റോറി മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഇവരുടെ മനസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള സ്റ്റോറി ഉണ്ടാക്കണം? ശ്രീകൃഷ്ണൻ്റെ ഇത് കാണുമ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് 25 വയസ്സുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് പറയുമെങ്കിൽ, ശ്രീകൃഷ്ണൻ്റെ സ്വഭാവമാണ് ഒത്തിരി രാധമാർ നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ഒരു ഊർജ്ജം എത്ര വലുതായിരിക്കും. അപ്പോൾ ആളും തരവും നോക്കിയാണ് ഇത് ഒരു പെൺകുട്ടിയാണ് വന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ, ഒരു നല്ല ശ്രീകൃഷ്ണൻ കുട്ടിയെ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഹാപ്പിയാവും. അപ്പോൾ ആരോട് എങ്ങനെ പറയണമെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇതിനകത്ത് തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്കൊരു സന്തോഷമുണ്ട്, കേൾക്കുന്ന ആൾക്ക് ആ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. ആ മനസ്സുഖത്തിന് അവർ കൊടുക്കുന്ന ദക്ഷിണയ്ക്ക് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊന്നും ഒരു വലിയ മഹാപാപമായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ശാസ്ത്രം എന്നുള്ളത് ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ജ്യോതിഷം വരെ, അതായത് പ്രശ്നം വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കവടി നിരത്തി പ്രശ്നം വെച്ച് എടുത്തു കഴിയുമ്പോൾ അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഖ്യയുടെ പുറത്താണ് അത് തുടങ്ങുന്നത്. ഒരു സംഖ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തും ഒരു ബിഗിനിങ്ങിന് വേണ്ടി അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ജ്യോത്സ്യത്തിന് പല ആംഗിൾസും ചെയ്തിട്ടുണ്ടാവുക. ഒന്നും തെറ്റല്ല, പക്ഷേ വേറുന്നുണ്ട്. ഇത് പല കാര്യങ്ങളും വേറുന്നുണ്ട്. നമുക്കൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ, അതുകൊണ്ട് ചെറിയ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് തന്നെ നടക്കട്ടെ. അവരെ കുറ്റം പറയുക എന്നുള്ളത് വേണ്ട. പക്ഷേ ഇതൊന്നും അല്ല ലൈഫ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക തന്നെ വേണം.